ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പീസിൻ്റെ ഡേ 6 ആണ് ഇന്ന്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ടാപ്പിയോക്ക സ്റ്റൂ അല്ലെങ്കിൽ കപ്പ കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ ലുലുവിൻ്റെ ഫ്രോസൺ കപ്പ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് ഉണ്ടാവുക. അത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കപ്പ വേവിച്ചെടുക്കണം. അപ്പോൾ രണ്ടാമത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. കപ്പ നന്നായിട്ട് വേവുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, കപ്പ നന്നായി വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേവുന്ന ആ ഒരു പരുവം അറിയാലോ, അതുവരെ വേവിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു കപ്പോളം തേങ്ങ നന്നായി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ. അത് നന്നായി അരച്ചിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ സ്റ്റൂ അല്ലെങ്കിൽ കപ്പ കറി എന്ന് പറയാം, അത് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് ഇതിവിടെ സെർവ് ചെയ്യുന്നത്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റുമാണ് കറി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി ഇന്നത്തെ ലഞ്ച് മെനു ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനുമാണ്. ഞാനിവിടെ ഒരു 2 സവാള, ഒരു അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, ഒരു ക്യാപ്സിക്കം, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവറാണ്. ഞാൻ ഉപ്പും മഞ്ഞളും ചെറിയ ചുടുവെള്ളത്തിലിട്ടിട്ട് അതിൽ നന്നായിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം കഴുകി എടുത്തിട്ടുള്ള കോളിഫ്ലവർ ഫ്രീസർ ബാഗിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമുക്കതിനൊരു മാരിനേഷൻ വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കോൺഫ്ലവറിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കൂവപ്പൊടിയാണ്. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റിലോ അങ്ങനെ ഡിഫറൻസോ ഒന്നും വരില്ല. പിന്നെ നമുക്ക് അതിലേക്ക് ഈ പൊടികൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വെള്ളം ആ പൊടികളിലേക്ക് ഒഴിച്ചിട്ടില്ല, വെറുതെ കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അടച്ചിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു സവാളയും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, പച്ചമുളകും. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടിൻ്റെ വൈറ്റ് സെപ്പറേറ്റും ഗ്രീൻ സെപ്പറേറ്റും അരിഞ്ഞെടുക്കണം. വൈറ്റ് നമ്മൾ കറിയിൽ ചേർക്കും, ഗ്രീന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുക. അതേപോലെ ഒരു സവാള, വലിയൊരു സവാള ഡയസ് ചെയ്ത് വെക്കണം, ക്യാപ്സിക്കവും അതേപോലെ തന്നെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മതി, വെള്ളം ഒന്ന് തളിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ആ മസാലയെല്ലാം കോളിഫ്ലവറിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് കിട്ടും. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് കോളിഫ്ലവർ ഒരു 3-4 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ വെറുതെ നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താൽ മതി. അതേപോലെ നമുക്ക് ചപ്പാത്തിക്കുള്ള ഡോ ഇപ്പോൾ തന്നെ കുഴച്ച് വെക്കാം. അപ്പോൾ കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി മാവ്. ഇവിടെ ഫുള്ള് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കോളിഫ്ലവർ. ഇനി ആ സെയിം എണ്ണ തന്നെയാണ് വേറൊരു വലിയ പാനിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയായി അരിഞ്ഞ വെച്ച സവാളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അത് നന്നായി വഴന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള ഡൈസ് ചെയ്ത് വെച്ചതും ക്യാപ്സിക്കവും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഇത്. അതിനുശേഷം നമുക്കതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചില്ലി സോസാണ്. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹോട്ട് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയനൊക്കെ ഒരു നല്ല കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളത് റെസ്റ്റോറൻറ്റിലെല്ലാം കളറാണ് ആഡ് ചെയ്യുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ളൊരു കളർ നമുക്ക് കിട്ടും കറിക്ക്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, കാരണം അവർ ഫുഡ് കളറല്ല ആഡ് ചെയ്യണത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കോൺഫ്ലവർ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കൂവപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കൂവപ്പൊടി 1/4 കപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നല്ല തിക്കായിട്ട് കിട്ടും നമ്മുടെ കറി. പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് അതിന്. വേറെ ഒരു കോൺഫ്ലവർ അല്ലാന്ന് നമ്മൾ അറിയുമൊന്നുമില്ല. നല്ല ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മുടെ ഫ്രൈഡ് കോളിഫ്ലവർ. കറി ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചേർക്കാറുള്ളൂ. ഇല്ലെങ്കിൽ അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സോഗി ആയിപ്പോവും. അപ്പോൾ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറി സെർവ് ചെയ്യാറാവുന്ന സമയത്ത് നമുക്ക് കോളിഫ്ലവറും കൂടെ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്തിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി. ഇന്നത്തെ ഡിന്നർ മെനു പൊറോട്ടയും ചിക്കൻ എഗ് കറിയാണ്. ഇന്ന് ഏട്ടൻ്റെ വകയാണ് ഡിന്നർ. അപ്പോൾ പൊറോട്ടയുടെ റെസിപ്പിയോ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസോ ഒന്നും ഞാൻ വ്ളോഗിൽ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം നമുക്ക്. അപ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ ലക്ഷ്മി നായർ വ്ളോഗ്സിലെ റെസിപ്പിയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിലുള്ള ഏത് പൊറോട്ടയുടെ റെസിപ്പി വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷേ ലക്ഷ്മി നായർ വ്ളോഗ്സിൻ്റെ നമ്മൾ ഫോളോ ചെയ്ത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അത് തന്നെ ഫോളോ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊറോട്ടയുടെ റെസിപ്പി ഫോളോ ചെയ്യാം. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ആദ്യം കുഴച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതേപോലെ ഇങ്ങനെ പരത്തി എണ്ണ തേച്ച് ലെയർ ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കില്ലേ, ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം ഓരോ ലെയറായിട്ട് വലിച്ചെടുത്തതിന് ശേഷം ചുറ്റിയിട്ട് പിന്നെയും നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരു ലോങ് പ്രോസസ്സാണ്. പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാമല്ലോ. നമുക്ക് ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമുക്ക് പൊറോട്ട കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ ചുറ്റി വെച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഒരു തുണി കൊണ്ട് കവർ ചെയ്തിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു സവാളയും കുറച്ച് പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണോളം ഗരം മസാല, അത്രയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഇതിൽ, ഇത്രയും ചേർത്തിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, പീസാക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
വെള്ളവും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് കറിക്ക് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ചിക്കൻ നന്നായി നമുക്ക് ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ആ മുട്ട നമ്മൾ ഈ കറിയിൽ ഇളക്കുന്നില്ല, ജസ്റ്റ് അങ്ങ് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് കുക്കാവണം. അതിന് ശേഷം മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ഇട്ടിട്ട് അങ്ങ് ഇളക്കരുത്. ആ മുട്ട അതിൽ കിടന്ന് അങ്ങനെ തന്നെ അങ്ങ് വേവണം. അതാണ് കറി. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് അത്, മല്ലിയില, വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മൾ മൂടി വെച്ചില്ലേ, അതായത് ഇങ്ങനെ റോളാക്കി മൂടി വെച്ചത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരത്തിയിട്ട് നമുക്ക് തവയിൽ ചുട്ടെടുക്കാം പൊറോട്ട. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ നല്ലോണം വേണം. അതാണ് പൊറോട്ടയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതും ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ നമ്മൾ എന്ത് എണ്ണയാണ് യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് എണ്ണയിൽ കുളിപ്പിച്ചിട്ടാവും അവർ ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം. ചൂടോടുകൂടെ തന്നെ ഇങ്ങനെ അടിച്ചെടുത്താലാണ് ആ ലെയേഴ്സ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ എന്നാലും നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പൊറോട്ട. നല്ല ടേസ്റ്റിയും ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഡിന്നറും റെഡിയായി. ഞാൻ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നാളത്തെ റെസിപ്പീസായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.